ചിന്നി പൊതറി പോയിട്ടുണ്ട്. അത് കോൺഗ്രസിന് അനുകൂലമായിട്ടുണ്ട്. അതിന് അപ്പൊ നിങ്ങളുടെ തോറ്റത് ഇത്രയും തോറ്റത് കുഴപ്പമില്ല, ഞങ്ങൾക്ക് വോട്ട് പറഞ്ഞവരും ഉണ്ടായിരിക്കില്ലേ? ഞങ്ങൾ സമ്മതിച്ചില്ല, തോറ്റേണ്ടി വന്ന് തോറ്റു. ഇങ്ങനെയാ ഒരു നാണം കെട്ട തോൽവി കഴിച്ചില്ലേ? അവര് നാണം കെട്ടിട്ടില്ല ആര്? കോൺഗ്രസ്. എന്നാലും നിങ്ങൾ 10 വർഷം തോറ്റിട്ട് ഇങ്ങനെ നാണം കെട്ട തോൽവി പറഞ്ഞ തോറ്റു എന്നതല്ല, അവര് നാണം കെട്ടിട്ടില്ല. എങ്ങനെ ഇങ്ങനെ തോൽക്കുവായിരുന്നു മനുഷ്യന്മാര്? തോൽവിക്ക് ഒരു പരിധിയില്ല. അവര് 2 പ്രാവശ്യം നാണം കെട്ടി. എന്നാലും തോൽവിക്ക് ഒരു പരിധിയില്ലേ? ഒരു സീറ്റ് പോലും കിട്ടാണ്ടിരുന്ന 3 കിട്ടിയില്ലേ? ഇപ്പൊ നിന്റെ ആൾ 3 കിട്ടിയാ? 3 കിട്ടിയത് നിങ്ങൾക്കൊരു കാര്യമല്ലാന്ന്. നിങ്ങൾക്ക് ഇനിയിപ്പോ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടാ? ഇന്ത്യന്റെ അവിടെ കിടക്കട്ടെ. ഇന്ത്യയിൽ എവിടെ ഉള്ളു? നിങ്ങൾ ഒരു സംസ്ഥാനം പറയും ഇന്ത്യയിൽ ഭരിക്കുന്ന സംസ്ഥാനം. നിങ്ങൾ പറയുന്നു നിങ്ങളുടെ വോട്ട് കുറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് ഒന്നും വോട്ടുകൾ കിട്ടും. ഇപ്പൊ നിങ്ങളുടെ നേതാവിനെ വിളിച്ചു പറഞ്ഞു. ആരിനെ വിളിച്ചു പറഞ്ഞത്? ആരിനെ വിളിച്ചു പറയുന്നത്? അവര് തമ്മിൽ പറഞ്ഞത് പിന്നെ നിങ്ങൾ എല്ലാ ഭാഗത്തും ബിജെപിന്റെ വോട്ട് കോൺഗ്രസ്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് ഇപ്പൊ ജയിച്ചു. അവരാണ് നാളെ സത്യപ്രതിജ്ഞ ചെയ്യണ. ഞങ്ങൾ തമ്മിൽ കൂട്ടില്ല. ആരാണ് നാളെ സത്യപ്രതിജ്ഞ ചെയ്യണ? അപ്പൊ ആര്? ആരിന്റെ പാർട്ടിക്കാരനാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന? അല്ലേ? അല്ലാണ്ട് പിണറായി വിജയനല്ലല്ലോ. എന്നാൽ ഇങ്ങനെ ഒരു തോൽവി അത് അപ്പൊ അങ്ങനെയാണ് 2 പ്രാവശ്യം തോറ്റില്ല. അങ്ങനെ ഒരു തോൽവി അതന്നെ. എന്നാലും ഇങ്ങനെ ജയിച്ചിട്ട് വന്നിട്ട് നിങ്ങൾ പെൻഷൻ കൊടുത്ത് എന്തൊക്കെ ഡയലോഗ് കൊടുത്തില്ലേ? കൊടുത്തിട്ടില്ല തോറ്റത്. അത് തോറ്റില്ലാന്ന് പറ്റില്ല. അത് എല്ലാം കൊടുത്തത് കൊണ്ട് നിങ്ങളുടെ വോട്ടും കൂടി അവർക്കാണ് പോയിരിക്കുന്നത്. നിങ്ങളുടെ നേതാവ് പറഞ്ഞു. പിന്നെ എന്നാലും തോറ്റില്ല. നിങ്ങൾ കിട്ടും.